ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ മാർക്കറ്റിൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി എന്താണ് എന്ന് നോക്കാം. ഇത് അങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് അല്ല, വളരെ വാസ്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു കുറേ ഭാഗങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. 12-14 വീഡിയോ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആ വീഡിയോ എല്ലാം ഒരു പ്ലേലിസ്റ്റിലാക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മറ്റ് പ്ലേലിസ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് അതും കൂടെ കാണാം. എന്തായാലും ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം എന്നത് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊരു സ്റ്റോക്കിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതാകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്ത മെത്തേഡാണ്, ഞാൻ അപ്ലൈ ചെയ്ത സ്റ്റോക്കാണ്. അപ്പോൾ അതാകുമ്പോൾ എനിക്കും അത് കൂടുതൽ പറഞ്ഞു തരാൻ എളുപ്പമുണ്ട്, നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാകുകയും ചെയ്യും. അപ്പം ഈ ഒരു ചാർട്ട്, ഈ കാണുന്ന ചാർട്ട് മാരുതിയുടെ 1 ഇയർ ഡെയിലി ചാർട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ പീരീഡ് ഒന്ന് മാറ്റിയിട്ട് നമുക്കൊരു 6 മാസത്തെ ചാർട്ട് മതി. 6 മാസത്തെ ഡെയിലി ചാർട്ട് എടുക്കാം. ഞാനിതിൽ എൻട്രി ചെയ്ത പ്രൈസ് 7340 ഓക്കെ, 7340 ആയിരുന്നപ്പോഴാണ് ഞാൻ മാരുതിയിൽ എൻട്രി ചെയ്തത്. ഇതിൽ എങ്ങനെയാണ് ഞാൻ ആ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് പ്രോഫിറ്റിൽ എത്തിയത് എന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നത് 6 മാസത്തെ ചാർട്ടാണ്, 1 ഡേ ചാർട്ടാണ്, ഡെയിലി ചാർട്ടാണ്. ഇതിൽ ഞാൻ എൻട്രി ചെയ്ത പോയിൻ്റ് എവിടെയാണെന്ന് നോക്കാം. 7340 ഞാൻ എൻട്രി ചെയ്ത പോയിൻ്റ്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ്, ഈ പോയിന്റിലാണ് ഞാൻ എൻട്രി ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ലേറ്റ് എൻട്രിയാണ്. ഇവിടെ അല്ല ഞാൻ എൻട്രി ചെയ്യേണ്ടത്, ഇതിനും മുമ്പത്തെ ക്യാൻഡിലാണ് ഞാൻ എൻട്രി ചെയ്യേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇവിടെയാണ് എൻട്രി ചെയ്തത്. ഓക്കെ, ഈ ക്യാൻഡിൽ എൻട്രി ചെയ്യാൻ കാരണം നല്ലൊരു ബീറിഷ് ക്യാൻഡിൽ വന്നു. നല്ല ബീറിഷ് ക്യാൻഡിൽ വന്നിട്ട് അടുത്ത ദിവസം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ മാരുതിയുടെ ഷെയർ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ എൻട്രി ചെയ്തത്. ഇതൊരു സപ്പോർട്ട് ലെവലാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിവിടെ എങ്ങനെ എൻട്രി ചെയ്തു, മാരുതിയുടെ ഷെയർ ആയതുകൊണ്ട്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മാരുതിയുടെ ഷെയർ ഒരെണ്ണം മേടിക്കണം എന്നുള്ളത്. ഒരെണ്ണമാണ് മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എൻട്രി ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ എൻട്രി ചെയ്തു. കാരണം ഇതിൻ്റെ താഴെ സപ്പോർട്ട് ലെവൽ എനിക്കറിയാം. സപ്പോർട്ട് ലെവൽ 6500, 6500 മുകളിലാണ്. 6600 ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ലെവൽ. അപ്പോൾ 6500 അല്ലെങ്കിൽ 6400 ഇതാണ് സപ്പോർട്ട് ലെവൽ. അപ്പോൾ ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്ന വെച്ച് നോക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് ലെവൽ 6600 സംതിങ് ആണെന്ന് പറയാം. അപ്പോൾ സപ്പോർട്ട് ലെവലിലല്ല ഞാൻ ശരിക്കും ഇത് എൻട്രി ചെയ്തത്. അത് മാരുതിയുടെ ഷെയർ ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ മാത്രമല്ല, ഇത് അഥവാ സപ്പോർട്ട് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് ആവറേജ് ചെയ്യുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ക്വാണ്ടിറ്റി മാത്രം മേടിച്ചത്. ഈ ഒരു ക്വാണ്ടിറ്റി മേടിച്ചിട്ട് ഈ ഷെയർ നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ട് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ ആകുമ്പോൾ പാനിക്കാവും. ഈ റെഡ് ക്യാൻഡിൽ ഒന്നെങ്കിൽ ഈ റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് വിറ്റ് മാറാം. അല്ല എങ്കിൽ ഈ ക്യാൻഡിൽ കണ്ട ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തെ ഡെയിലി ചാർട്ട് എടുത്ത് നോക്കിയിട്ട് അതിൽ 5 മിനിറ്റ് ക്യാൻഡിൽസ് എടുത്ത് നോക്കുക. ഇപ്പോൾ എടുത്തു നോക്കാൻ പറ്റില്ല, കാരണം ഇത് ഒരുപാട് ദിവസങ്ങൾ പുറകിലാണ് നമ്മളിത് കണ്ടത്. അതുകൊണ്ട് ഇപ്പം നമുക്ക് എടുത്തു നോക്കാൻ പറ്റില്ല. പക്ഷേ അന്നത്തെ ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ റെഡ് ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസിൽ വിറ്റുമാറുക, 3:30 വിറ്റുമാറുക. അല്ല എങ്കിൽ ഈ 3:30 മുമ്പ്, അതായത് 3:25 ആകുമ്പോൾ നമ്മൾ ആ ചാർട്ട് എടുത്ത് നോക്കുക, ഇതെങ്ങനെയാണ് ഫോം ആയേക്കുന്നത് എന്ന് നോക്കുക. ഈ ചാർട്ടിൽ 3 മണി കഴിഞ്ഞിട്ട് ബുള്ളിഷ് ക്യാൻഡിൽസ് ആണ് ഫോം ആയേക്കുന്നതെങ്കിൽ, 3 മണിയല്ല 2 മണി 1 മണി എന്തെങ്കിലും ആയിക്കോട്ടെ, അവസാന നിമിഷം ക്ലോസിംഗ് ടൈമിൽ ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയേക്കുന്നത് എങ്കിൽ, അതായത് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എടുക്കുമ്പോഴത്തേനും ഹൈ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിൽക്കേണ്ട കാര്യമില്ല. 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒന്നെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ ഡെയിലി ക്യാൻഡിൽ എടുത്ത് നോക്കുക. ഇവിടെ ഹൈ ക്യാൻഡിൽസ് ആണ് ലാസ്റ്റ് മണിക്കൂറുകളിൽ ഫോം ആയിരിക്കുന്നെങ്കിൽ വിൽക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ എടുത്ത് നോക്കാൻ പറ്റില്ല. എനിവേ ഞാൻ വേറെ വല്ല എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ വിറ്റില്ല എന്ന് വിചാരിക്കുക. പിന്നെ എവിടെയാണ് നമ്മൾ വിൽക്കേണ്ടത്? കറക്റ്റ് ഈ റെഡ് ക്യാൻഡിലാണ് വിൽക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ ആ സ്റ്റോക്ക് വിൽക്കേണ്ടത്. എന്തുകൊണ്ട്? കാരണം ഇത്രയും സ്റ്റോക്ക് മുകളിലേക്ക് പോയിട്ട് പിന്നെ വന്നേക്കുന്നത് ഇതൊരു റെസിസ്റ്റൻ്റ് ലെവൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് റെസിസ്റ്റൻ്റ് ലെവൽ. ഈ റെസിസ്റ്റൻ്റ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ആയ ആ സ്റ്റോക്ക് വിറ്റേക്കുക. ഏകദേശം 7340 ഞാൻ എൻട്രി ചെയ്ത സാധനം ഞാൻ വിറ്റത് ഇതിൻ്റെ ക്ലോസിങ്ങിലാണ്. ക്ലോസിങ് ഈ വിലയാണ് 7804 രൂപ.
7804 രൂപയ്ക്ക് ഞാൻ വിറ്റു. ഇനി ഞാൻ എവിടെ എൻട്രി ചെയ്യണം? ഏറ്റവും അടുത്ത സപ്പോർട്ട് ലെവൽ നോക്കുക. ഏറ്റവും അടുത്ത സപ്പോർട്ട് ലെവൽ ഇതാണ്. ഏറ്റവും അടുത്ത സപ്പോർട്ട് ലെവൽ അതായത് 7200 ആണ് ഏറ്റവും അടുത്ത സപ്പോർട്ട് ലെവൽ. ഏറ്റവും അടുത്ത സപ്പോർട്ട് ലെവലിൽ ഇത് വരുമ്പം ഈ സ്റ്റോക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, സപ്പോർട്ട് ലെവലിൽ ഒരു ഡോജി ഫോം ആയാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ട് ലെവലിൽ ഒരു ഡോജി ഫോം ആയിട്ടുണ്ടെങ്കിൽ അവിടെ എൻട്രി എടുക്കാം. അടുത്ത ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ക്യാൻഡിലിൽ തന്നെ ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിൽ എൻട്രി എടുക്കാം. അപ്പോൾ ഇവിടെ എൻട്രി എടുക്കാം. ഇത് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സപ്പോർട്ട് ലെവൽ അല്ല എങ്കിൽ മാത്രം നെക്സ്റ്റ് ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്യാൻഡിൽ ഇതാണ്. ഇതിൻ്റെ ടോപ്പിൽ എൻട്രി എടുക്കാം. അതായത് ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസിൽ എൻട്രി എടുക്കുക ഈ ക്യാൻഡിലിൻ്റെ. ഓക്കെ, ഇനി നമ്മളിവിടെ എൻട്രി എടുത്തു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. സപ്പോർട്ട് ലെവലിൽ നമുക്ക് ഡോജി അപ്പിയറായി നമ്മൾ എൻട്രി എടുത്തു. ഈ എൻട്രി നമ്മൾ എവിടെ എക്സിറ്റ് ആവണം? ഈ റെഡ് ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിൻ്റെ ഇവിടെ എക്സിറ്റ് ആകുക. കാരണം ബുള്ളിഷ് ട്രെൻഡിൽ എപ്പോഴും ക്യാൻഡിൽ തൊട്ട് മുമ്പത്തെ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാതെ പോകും. ഈ റെഡ് ക്യാൻഡിൽ നോക്കുക. ഈ റെഡ് ക്യാൻഡിൽ ഇതിൻ്റെ മുമ്പിലത്തെ ക്യാൻഡിലായി ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കുക, ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയാൽ അത് നഷ്ടമാണോ ലാഭമാണോ അത് നോക്കേണ്ട കാര്യമില്ല. എക്സിറ്റ്, അവിടെ എക്സിറ്റ്, വേറെ വർത്താനമില്ല. ഇവിടെ എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എപ്പോൾ എൻ്റർ ആകാം? ഇനി സപ്പോർട്ട് ലെവലിനോട് വളരെ അടുത്ത് തന്നെയാണ് നമ്മൾ എക്സിറ്റ് ആയേക്കുന്നത്. അതുകൊണ്ട് വാച്ച് ചെയ്യുക. സപ്പോർട്ട് ലെവലിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഡോജി, ഹാമർ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻഡിലുകളിൽ ഏതെങ്കിലും ഫോം ആകണം. ഇവിടെ സപ്പോർട്ട് ലെവലിൽ ഒരു ക്യാൻഡിലും ഫോം ആയിട്ടില്ല. സോ നമ്മൾ അടുത്ത ദിവസത്തേക്ക് വെയിറ്റ് ചെയ്തു. അടുത്ത ദിവസം സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ നോക്കുക. ഇതാണ് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ. ഇവിടെ ബോഡിയുടെ സപ്പോർട്ട്, ക്യാൻഡിലിൻ്റെ ഫുൾ സപ്പോർട്ട്, അതായത് ഈ ഒരു റീജിയനാണ് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ. കറക്റ്റായിട്ട് നോക്കുക. ആ സപ്പോർട്ട് ലെവലിൽ ക്യാൻഡിൽ വന്നു. അവിടെ വരെയാണ് ശരിക്കും ഈ റെഡ് ക്യാൻഡിൽ പോയേക്കുന്നത്. ആ ക്യാൻഡിൽ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കിവിടെ ഒരു ഡോജി അപ്പിയറായി. സപ്പോർട്ട് ലെവലിൽ ഡോജി അപ്പിയർ ആയാൽ എൻട്രി എടുക്കുക. ഓക്കെ, ആ എൻട്രി എടുത്തു. അടുത്ത ക്യാൻഡിൽ ബുള്ളിഷ് ആയിരുന്നു, കുഴപ്പമില്ല. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ നോക്കുക, അത് റെഡ് ക്യാൻഡിലാണ്. ഈ റെഡ് ക്യാൻഡിൽ ഫോം ആകുമ്പം ഈ ക്ലോസിങ് പ്രൈസിൽ വെച്ച് വിറ്റൊഴിവാകുക. കാരണം നമുക്കറിയാം ഇതൊരു ബീറിഷ് ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. നമ്മൾ പാനിക്കായിട്ട് ആരായാലും വിറ്റ് പോകും. ഇവിടെ നിന്ന് വിറ്റൊഴിവാകുക. നമ്മൾ ചെറിയ ലാഭത്തിലാണ് ഇവിടെ വിറ്റേക്കുന്നത്. ലാഭമോ നഷ്ടമോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ റെഡിഷ് ക്യാൻഡിൽ ഫോമായി വിറ്റൊഴിവാകുക. ഇനി എപ്പോൾ എൻട്രി ചെയ്യണം ഇതിൽ? നെക്സ്റ്റ് ബുള്ളിഷ് ക്യാൻഡിലിന് വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ഇതാ അടുത്ത ദിവസം ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നേക്കുന്നത്. മാത്രമല്ല ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ക്യാൻഡിൽ പോയേക്കുന്നത്. സോ ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസിൽ ഇവിടെ എൻ്റർ ആകുക. ഇവിടെ എൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ എക്സിറ്റ്? നെക്സ്റ്റ് ക്യാൻഡിൽ ബുള്ളിഷ്, എക്സിറ്റ് ചെയ്യേണ്ട. അടുത്തത് ബുള്ളിഷ്, എക്സിറ്റ് ചെയ്യേണ്ട. അടുത്തത് ബുള്ളിഷ്. നെക്സ്റ്റ് ബിയറിഷ് ക്യാൻഡിൽ, ഇതാണ് റെഡ് ക്യാൻഡിൽ. ഈ റെഡ് ക്യാൻഡിലാണ് ബിയറിഷ് ക്യാൻഡിൽ. ഇതിൻ്റെ ക്ലോസിങ്ങിൽ എക്സിറ്റ് ആകുക. ലാഭം തന്നെയാണ്. 7133. ഇവിടെ നമ്മൾ എൻ്റർ അയക്കുന്ന പ്രൈസ് 6640. തീർച്ചയായിട്ടും ലാഭമുണ്ട്, നല്ല ലാഭമുണ്ട്. ഈ ലാഭത്തിൽ നമ്മൾ എക്സിറ്റായി. നെക്സ്റ്റ് വെയിറ്റ് ഫോർ ദ സപ്പോർട്ട് ലെവൽ. വീണ്ടും എവിടെയാണ് സപ്പോർട്ട് ലെവൽ വന്നേക്കുക? 6500. ഇതാ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ 6500. ഓക്കെ, 6500. അതിൻ്റെ താഴെയുണ്ട് കേട്ടോ സപ്പോർട്ട്. 6474 ഇത് സപ്പോർട്ടാണ്. പിന്നെ ഈ ക്യാൻഡിൽ പോയേക്കുന്ന ഏറ്റവും താഴേക്ക് പോയേക്കുന്ന 6350 52 വീക്ക് ലോ, ഇതും സപ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ ബോഡി നോക്കുക. ബോഡി 6478 കറക്റ്റായിട്ട് ആ ബോഡിയുടെ അവിടെ സപ്പോർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ വരച്ചേക്കുന്നത്. ഈ ബോഡിയുടെ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. കറക്റ്റ് എവിടെയാണോ ബോഡിയുടെ എൻഡ്, ആ ബോഡിയുടെ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. നമുക്കത് അപ്രോക്സ് 6500 എന്ന് കൂട്ടാം. 6500 സപ്പോർട്ട് എടുത്തു. സപ്പോർട്ട് എടുത്തോ ഇല്ലോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ ഫോം ചെയ്തേക്കുന്ന ക്യാൻഡിലുകൾ നോക്കിയാൽ മനസ്സിലാക്കാം. ഒരു ഹാമർ ഫോം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡോജി വന്നിട്ടുണ്ട്. ഇൻവേർട്ടഡ് ഹാമർ ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ക്യാൻഡിൽസ്, അതായത് അൺയൂഷ്വൽ ക്യാൻഡിൽസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി എടുക്കാം. നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ അനുസരിച്ചിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻട്രി എടുക്കാം. സപ്പോർട്ടിൽ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് സപ്പോസ് നമ്മൾ ഇവിടെയാണ് എൻട്രി എടുത്തത് എന്ന് വിചാരിക്കുക.
ഇനി ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യരുത്. അതാണ് നമ്മുടെ നിയമം. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇവിടെ എൻട്രി എടുത്തു. ഇനി ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യരുത്. അടുത്ത ദിവസത്തെ ക്യാൻഡിൽ ബിയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ പോലും ഈ ബുള്ളിഷ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ വെയിറ്റ് ചെയ്യാം. പിന്നെ തൊട്ട് ബുള്ളിഷ് ക്യാൻഡിലാണ്, മൊത്തം ബുള്ളിഷ് ക്യാൻഡിൽ. ഇങ്ങനെ പോയി ഇതാ ഇവിടെ എത്തിയപ്പോൾ നിങ്ങളൊരു റെഡ് ക്യാൻഡിൽ, ഇന്ന് ഫോം ചെയ്ത ക്യാൻഡിലാണിത്. ഇന്ന് ഫോം ചെയ്ത് റെഡ് ക്യാൻഡിലാണ്. കണ്ടോ, ഡോജിയാണ് ഇത്, പക്കാ ഡോജിയാണ് ഈ ക്യാൻഡിൽ. ലെഗ്സിന് നല്ല നീളമുണ്ട്, ബോഡി ചെറുതാണ്. അത് മാത്രമല്ല ബോഡി ലെഗ്സിനെ അപേക്ഷിച്ചിട്ട് വളരെ ചെറുതാണ്, നല്ല നീളമുള്ള ലെഗ്സും. ഓക്കെ, പക്ക ഈ സംഭവം ഡോജി. ഇവിടെ എക്സിറ്റ് ചെയ്യാം. ഈ കറക്റ്റ് പോയിന്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, എക്സിറ്റ് ചെയ്യാത്തവർക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാം. കാരണം ഇതൊരു റെസിസ്റ്റൻ്റ് ലെവൽ കൂടിയാണ്. ഈ ബോഡിയിൽ ടച്ച് ചെയ്ത് റെസിസ്റ്റൻസ് ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ലൈനിൽ നിന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. 7175 ടച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ആയേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എൻട്രി ചെയ്യുന്ന നല്ല സ്റ്റോക്കിൽ എൻട്രി ചെയ്യാവുള്ളൂ. അത് മസ്റ്റാണ്. പക്ക നമ്മൾ എൻട്രി ചെയ്യുന്ന വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കിൽ മാത്രമേ എൻട്രി ചെയ്യാവുള്ളൂ. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അങ്ങനെ തന്നെയാണ് ചെയ്യാവുള്ളൂ. അല്ലാതെ എല്ലാ സ്റ്റോക്കിലും അല്ല, വളരെ വീക്കായിട്ടുള്ള സ്റ്റോക്കും ഫണ്ടമെൻ്റലി വീക്കായിട്ടുള്ള സ്റ്റോക്കിലൊക്കെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മേ ബി നമ്മൾ റോങ് ആയേക്കാം. അപ്പോൾ നല്ല സ്റ്റോക്കുകളിൽ നമുക്ക് ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് ക്ഷമയോടുകൂടി ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് പ്രോഫിറ്റ് കിട്ടും. ഒരു സംശയമില്ല. ഷെയർ മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരൊക്കെ ഇങ്ങനെ തന്നെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെന്താണ് വേണ്ടത്? ഫസ്റ്റായിട്ട് ക്യാൻഡിൽ സ്റ്റിക്കിനെ പറ്റിയുള്ള അറിവാണ് വേണ്ടത്. അപ്പോൾ അതിൽ കുറച്ച് വ്യൂസൊക്കെ കുറവാണ്. ഈ ക്യാൻഡിൽ സ്റ്റിക്കൊന്നും മലയാളികൾ മടിയന്മാരാണല്ലോ. അപ്പോൾ പിന്നെ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ഇതൊന്നും പഠിക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. അങ്ങനെ വ്യൂസ് കുറഞ്ഞതുകൊണ്ട് ഞാനത് ഒരു 10-14 വീഡിയോസ് ചെയ്തിട്ട് നിർത്തി. വളരെ വ്യൂസ് കുറവായിരുന്നു, അതുകൊണ്ട് നിർത്തിക്കളഞ്ഞു. താല്പര്യമില്ലെങ്കിൽ എന്തിനാ ചെയ്യുന്നതെന്ന് ഓർത്ത് നിർത്തിക്കളഞ്ഞു. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞു തന്നുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഇനിയും നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഇപ്പം നന്നായിട്ട് ക്യാൻഡിൽ സ്റ്റിക്ക് പഠിക്കുക, ഈ സ്ട്രാറ്റജി നന്നായിട്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, നന്നായിട്ട് പ്രോഫിറ്റ് ഷെയർ മാർക്കറ്റിൽ നിന്ന് എടുക്കുക. ഓർക്കുക, ഫണ്ടമെൻ്റലി സ്ട്രോങ് ഉള്ള സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.